ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇന്ന് പിന്നെ വലുതായിട്ട് കുക്കിംഗ് ഒന്നും കാണൂല, കാരണം പെരുന്നാളിൻ്റെ അന്നത്തെ കുറേ സാധനങ്ങളൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണും. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഇന്ന് ബിരിയാണി തന്നെയായിരിക്കും ഇന്നും. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് അവസ്ഥ. ഇറച്ചിക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് അതൊക്കെ എടുത്ത് ചൂടാക്കി ദോശയും ചിക്കനും മട്ടൻ കറിയാണ്. അപ്പം അതൊക്കെ അങ്ങനെ ആക്കി. എനിക്ക് ഉള്ള ചിക്കൻ കറിയും ഉമ്മാക്കുള്ള മട്ടൻ കറിയൊക്കെ എടുത്ത് ചൂടാക്കി ബാക്കി ഇരുന്നതെടുത്ത് മോനെയൊക്കെ വിളിച്ചുണർത്തി കൊണ്ടുവന്ന് ഫുഡ് കൊടുത്തു. അവന് ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. വായി തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, ചവയ്ക്കേയില്ല. ടി വി ഇങ്ങനെ ഇട്ട് കാണുകയും വേണം. അപ്പോൾ ഡൈനിങ് ടേബിളിൽ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കില്ല. പിന്നെ അവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചോട്ടെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഫുഡ് കൊടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. ഇറക്കത്തില്ല, അതിൽ നോക്കിക്കൊണ്ട് വായി തന്നെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ റൂമിലോട്ട് വന്ന് ഉച്ചയ്ക്ക് വേറെ ഒന്നും വെക്കണ്ടല്ലോ, അപ്പം കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വന്നത്. അപ്പം ബെഡ്ഷീറ്റും ഒക്കെ ചവിട്ടി തേച്ചൊക്കെ നാശമാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് റൂമിലോട്ട് വന്നു. കൊച്ചു പിള്ളേർക്കുള്ള, അതായത് കൊച്ചു പിള്ളേർ വീട്ടിലുള്ള അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെയായിരിക്കും അവസ്ഥ. ബെഡിലൊക്കെ കയറി കുട്ടികൾ ചാടി കുത്തി മറിയും. അപ്പോൾ ഷീറ്റൊക്കെ ഇതുപോലെ ആവും. അങ്ങനെ അതൊക്കെ മാറ്റി പുതിയ ഷീറ്റൊക്കെ എടുത്ത് വിരിക്കാൻ പോവാണ്. പുതിയത് വിരിച്ചാലും ഒരു ദിവസം പോലെ കഴിയുന്നതിന് മുമ്പ് അവസ്ഥ ഇത് തന്നെയായിരിക്കും. എന്നാലും നമ്മളൊരു സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. ഫുള്ള് കളേഴ്സും ഇതുമെല്ലാം കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിലിടും. ആളിന് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സിതാന്. അപ്പോൾ അതെല്ലാം കൊണ്ട് കട്ടിലിൻ്റെ മുകളിൽ കയറി അവിടെ ഇരുന്ന് വരയ്ക്കും. ഞാനും ഇക്കായും അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ അവനും ആ ഒരു വാസന ഉണ്ട്. എന്നിട്ട് ലൊഹർ ബാങ്കൊക്കെ കേട്ടിട്ട് നിസ്കരിക്കാനായിട്ട് വന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ റൂമിലോട്ട് വന്നു. ഷീറ്റും ഇതൊക്കെ നേരെയാക്കിയിട്ട് എൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഷീറ്റൊക്കെ പിടിച്ചിട്ടപ്പോൾ തന്നെ ആൾ പിന്നെ വന്ന് അതിനകത്തിരുന്നു. ഇതിനെ എങ്ങനെ പഴയ അവസ്ഥയിലോട്ട് കൊണ്ടുവരാമെന്നാണ് നോക്കുന്നത്. ചിരിയുണ്ടില്ലേ? അത് കഴിഞ്ഞ് വൈകിട്ടായി. ചായ എനിക്കുള്ള കോഫിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മോന് പാൽ കൊടുക്കത്തില്ല, കാരണം കഫവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. മാത്രമല്ല അവനിപ്പോൾ കുടിക്കത്തില്ല. അപ്പം ഞാനൊരു കോഫി അഡിക്റ്റാണ്, അതിനി മാറ്റണം. അപ്പം നമ്മളൊന്ന് പുറത്തോട്ട് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. മോനെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. അങ്ങനെ അവന് കുറച്ച് കളറിങ് ബുക്കൊക്കെ വാങ്ങിച്ചു. വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈം ടി വിയുടെ ഫ്രണ്ടിലായിരിക്കും. പിന്നെ രാത്രി ദോശമാവ് ഇരുന്നെടുത്ത് മസാല ദോശയും ചമ്മന്തിക്കറി ഉണ്ടാക്കി. ഇല്ലെങ്കിൽ ചോറ് വെച്ചിട്ട് കാര്യമില്ല, കാരണം ഉമ്മ കഴിക്കത്തില്ല. അതെന്ന് വെച്ചാൽ അവർക്ക് മീൻ മസ്റ്റാണ്, മീൻ കറിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കൂ. അപ്പോൾ പിന്നെ അതാനായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ദോശ ഇരുന്നെടുത്ത് മസാല ദോശയും ചമ്മന്തിക്കറിയാക്കി. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം.